യുദ്ധം ഒരു മാസവും ഒരാഴ്ചയും പിന്നിടുമ്പോൾ ലോക പോലീസിന് മുമ്പിൽ ഒട്ടും പതറാതെ തളരാതെ പിടിച്ചു നിൽക്കുന്ന ഇറാൻ ലോകത്തിന് തന്നെ അത്ഭുതമാവുകയാണ്. ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി, അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണ നേതൃത്വത്തെ ഇല്ലാതാക്കി, ഇറാനെ അസ്ഥിരപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാമെന്ന് വിചാരിച്ച അമേരിക്ക ഇപ്പോൾ ഇറാന് മുന്നിൽ വിയർക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികളായ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി താരതമ്യേന വളരെ ചെറിയ ഒരു സൈനിക ശക്തിയായ ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ വളരെ എളുപ്പത്തിൽ അവരെ കീഴടക്കി അവരുടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ എന്ന കൊച്ചുരാജ്യം ലോക ശക്തികളെ ഇപ്പോഴും മുൾമുനയിൽ നിർത്തുകയാണ്. ഒട്ടും പതറാതെ തളരാതെ പോരാട്ട വീര്യം ചോർന്നു പോകാതെ ഇപ്പോഴും ഇറാൻ പൊരുതിക്കൊണ്ടിരിക്കും. നാളിതുവരെ ലോകത്തിനു മുന്നിൽ ലോക പോലീസായി ചമഞ്ഞ അമേരിക്കയുടെ എല്ലാവിധ ഭീഷണികൾക്കും പുല്ലുവില കൽപ്പിക്കാതെ അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്കയെ സത്യത്തിൽ നാണം കെടുത്തി കളഞ്ഞു. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് അമേരിക്കക്കോ ഇസ്രായേലിനോ ശരിയായ ഒരു ധാരണയുമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസ് വിവരങ്ങൾ വളരെയധികം തെറ്റായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇറാൻ്റെ സൈനിക ശക്തി ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു. ഭൂമിക്ക് അടിയിൽ ഒരുപാട് ആഴങ്ങളിൽ അവർ സജ്ജീകരിച്ച ഭൂഗർഭ അറകളിൽ തയ്യാറാക്കിയ മിസൈൽ സിറ്റികളും മറ്റു യുദ്ധ സംവിധാനങ്ങളും എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു. ഇറാൻ്റെ മുഴുവൻ സൈനിക ശക്തിയും മിസൈൽ സംവിധാനങ്ങളും നാവിക ശക്തിയും എല്ലാം ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും അതിശക്തമായി ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ വല്ലാതെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഇറാൻ തുടങ്ങി വെച്ചതല്ല, ഇസ്രായേലും അമേരിക്കയുമാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയ അവസരത്തിൽ ഇറാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: യുദ്ധം തുടങ്ങുന്നത് അമേരിക്കയായിരിക്കും, പക്ഷേ യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇന്നലെയും ഇറാൻ ഇത് ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് പെടാപ്പാടുപെടുകയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നും തലയൂരി രക്ഷപ്പെടണമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ആഗ്രഹം. പക്ഷേ ഇറാൻ ഒട്ടും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇറാനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്, അതിജീവനത്തിൻ്റെ പോരാട്ടം. ഇറാനായിട്ട് ഇതുവരെ ഒരാളെയും ആക്രമിക്കാൻ പോയിട്ടില്ല. എന്നാൽ ഇറാൻ സൈനിക ശക്തിയാകുന്നത് ഇസ്രായേൽ ഭയക്കുന്നു. അങ്ങനെ ഇറാൻ വളർന്നു വരുന്നതിനെ തടയുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടിയാണ്. അതുകൊണ്ടാണ് അവർ രണ്ടും കൽപ്പിച്ച് ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ആത്മാഭിമാനത്തോടെ അവർക്ക് ഈ ലോകത്തിന് മുമ്പിൽ ഇറാൻ എന്ന രാജ്യമായി നിലകൊള്ളാൻ കഴിയണം. അല്ലെങ്കിൽ അവസാനത്തെ ഇറാനിയും മരിച്ചു വീഴുന്നതുവരെ അവർ ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്.